ഈ ചുങ്ക രാജാവിന് ഇതിൻ്റെതായ തിരിച്ചടികൾ അനുഭവിക്കേണ്ടി വരുമോ? തിരിച്ചടികൾ അനുഭവിക്കേണ്ടി വരും എന്ന് തന്നെ വേണം നമുക്ക് കണക്ക് കൂട്ടാനായിട്ട്. ഇപ്പൊ ഉദാഹരണത്തിന് വണ്ടികൾ, കാറ്, പിന്നെ നല്ല വണ്ടികൾ ഉൽപ്പാദിപ്പിക്കുന്ന ജർമ്മനിയുണ്ട്, ജപ്പാനുണ്ട്, അങ്ങനെ പല രാജ്യങ്ങളുണ്ട്, റഷ്യയുണ്ട്, നല്ല കാറുകൾ ഉൽപ്പാദിപ്പിക്കുന്ന പല രാജ്യങ്ങളുമുണ്ട്. അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ 25% ഡ്യൂട്ടി അത്തരം വാഹനങ്ങളിൽ ചുമത്തും എന്ന് പറയുമ്പോൾ അവിടെ നിന്നൊക്കെയുള്ള വാഹനങ്ങൾ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് കുറയും, തീർച്ചയായിട്ടും കുറയും. അപ്പോൾ അമേരിക്കൻ വാഹനങ്ങൾ പിന്നെ കൂടുതൽ ചെലവാകും. അതുപോലെ തന്നെ അമേരിക്കൻ വിപണി, വാഹന വിപണിയിൽ അമേരിക്കയുടേതായ കയ്യൊപ്പുണ്ടാകും. അതാണ് ട്രംപ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ അമേരിക്കയുടേതായ കയ്യൊപ്പ് ഉണ്ടാകുമ്പോൾ അവിടെ വേറെ പല തിരിച്ചടികളും അതേ സമയത്ത് തന്നെ അമേരിക്ക ഏൽക്കേണ്ടി വരും. അതായത് പാർട്സ്, അതായത് ഓർമ്മിക്കണം, പിറ്റ്സ്ബർഗ് പോലെയുള്ള നഗരങ്ങൾ, പെൻസിൽവേനിയയിലെ പിറ്റ്സ്ബർഗ് പോലെയുള്ള നഗരങ്ങൾ വലിയ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുടെ ഹബ്ബായിരുന്നു അമേരിക്കയിൽ. എന്നിട്ട് എന്താണ് ആ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി പറിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് നട്ടതും അമേരിക്ക അതിനുള്ള പ്രാധാന്യം കുറച്ചു കളഞ്ഞതും ഇടക്കാലം കൊണ്ട്? ബിക്കോസ് ഓഫ് പൊല്യൂഷൻ. വലിയ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് വളർന്നു വരുമ്പോഴേക്ക് അതുവഴി വലിയ തരത്തിലുള്ള പൊല്യൂഷൻ. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ലോകത്തെ ഏറ്റവും കൂടുതൽ പൊല്യൂട്ട് ചെയ്യുന്ന രാഷ്ട്രങ്ങളിൽ ഒന്നാം സ്ഥാനമാണ് അമേരിക്കയ്ക്കുള്ളത്. അപ്പൊ അങ്ങനെയുള്ള അമേരിക്ക ഈ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിനെയൊക്കെ അവരെന്താണ് ചെയ്തത്? പൊല്യൂഷൻ ഉണ്ടാക്കുന്ന മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിനെ എല്ലാം മറ്റു രാജ്യങ്ങളിലേക്ക് പറിച്ചു നട്ടു. അങ്ങനെ സ്വന്തം നാട്ടിൽ അമേരിക്കയിൽ പൊല്യൂഷൻ ഏറ്റവും കുറവുണ്ടാക്കുന്ന വ്യവസായങ്ങളെ മാത്രം അവിടെ വളരാൻ പ്രോത്സാഹിപ്പിച്ചു. അതിന്റെ ഉദാഹരണമാണല്ലോ സിലിക്കൺ വാലി. സിലിക്കൺ വാലി വഴിയായിട്ട് പൊല്യൂഷൻ നടക്കുന്നില്ല. അപ്പൊ അതേ സമയത്ത് ഇപ്പോ ഈ കാറിന്റെ, അതായത് കാർ മാനുഫാക്ചറിങ്, അമേരിക്ക ഒന്നാം തരം കാർ മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് മാറും. അത് പിറ്റ്സ്ബർഗ് അങ്ങനെ ആയിരുന്നു എന്നുള്ള കാര്യം ഒരുപക്ഷെ ട്രംപ് അല്ലെങ്കിൽ എലൺ മസ്ക് ഒക്കെ മറക്കുന്നുണ്ടാകും. എന്നിട്ട് എന്തുകൊണ്ട് അവിടെ നിന്ന് അതൊക്കെ മാറ്റിക്കളഞ്ഞു? ഇപ്പം പിറ്റ്സ്ബർഗും ഒരു IT ഹബ്ബായി മാറി. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? അമേരിക്കയ്ക്ക് പൊല്യൂഷൻ കുറച്ചു കൊണ്ടുവരേണ്ടി ഇരുന്നു. ഇപ്പോഴും ഏറ്റവും കൂടുതൽ ലോകത്തെ പൊല്യൂട്ട് ചെയ്യുന്ന രാഷ്ട്രമായിട്ടിരിക്കുകയാണ് അമേരിക്ക. ആ സാഹചര്യത്തില് ആണ് ട്രംപ് ഈ കാർ മാനുഫാക്ചറിങ് ഒക്കെ അമേരിക്കയിൽ ഇനി വളർന്നു വരട്ടെ, അങ്ങനെ അമേരിക്കയിൽ തൊഴിൽ സാധ്യതകൾ വർദ്ധിക്കട്ടെ, ഇവിടെ ഉൽപാദനം വർദ്ധിക്കുന്നത് കൊണ്ട് നമ്മുടെ GDP വളരട്ടെ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ പറയപ്പെട്ട ഒരിക്കൽ വേണ്ടെന്ന് വെച്ച് നിർത്തി മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കപ്പെട്ട തരത്തിലുള്ള വ്യവസായം ഇനിയും അമേരിക്കയിലേക്ക് തിരിച്ചു വിളിച്ചാൽ എന്തായിരിക്കും അമേരിക്കയ്ക്ക് ആഗോള പൊല്യൂഷനിലുള്ള, മലിനീകരണത്തിലുള്ള, പരിസ്ഥിതി മലിനീകരണത്തിലുള്ള പങ്ക്, ആ പങ്ക് എങ്ങനെ ലഘൂകരിക്കാൻ പിന്നെ അമേരിക്കയ്ക്ക് പറ്റും? ഇപ്പോ USAID-ൽ നിന്നും മറ്റു പല പദ്ധതികളിൽ നിന്നും അമേരിക്ക പിൻവലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പിൻവലിയിലൊക്കെ കുറ്റകരമാണ് എന്ന് ലോകം വിളിച്ചു പറയേണ്ടിയിരിക്കും. അപ്പൊ അവിടെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ, പൂച്ചയ്ക്ക് ആര് മണി കിട്ടുമെന്ന്. ഒരുപാട് എലികളെ പോലെയുള്ള രാജ്യങ്ങൾ ചുറ്റുവട്ടത്തിലുണ്ട്. പക്ഷെ അമേരിക്ക ഒരു പൂച്ചയെ പോലെ ഇരിക്കുകയാണ്. ആ പൂച്ചയ്ക്ക് മണി കെട്ടാനുള്ള തൻ്റെ ഇടം ഈ പറയപ്പെട്ട എലികൾക്ക് ഒന്നിനുമില്ല എന്നുള്ള ഒരു ഹുങ്ക് അത് ട്രംപിനുണ്ട്. ആ ഹുങ്ക് കൊണ്ടാണ് ട്രംപ് ഇപ്പൊ സ്വമേധയ ഈ ചുങ്കം എവിടെയൊക്കെ വെട്ടിക്കുറയ്ക്കണം, എവിടെയൊക്കെ വർദ്ധിപ്പിക്കണം എന്നൊക്കെ തീരുമാനിച്ച് മുന്നോട്ട് പോകാനുണ്ടായിരിക്കുന്ന കാരണം. അപ്പൊ അവസാനം വരാൻ സാധ്യതകള് എല്ലാ രാജ്യങ്ങളിലും ഇതിന്റെ അലയൊലികൾ ഉണ്ടാകും. ഓരോരുത്തരുടെയും ഇമ്പോർട്ട് എക്സ്പോർട്ട് ഒക്കെ ഇതുവഴിയായിട്ട്, അതായത് WTO ആഗ്രഹിച്ചത് സ്വതന്ത്ര വ്യാപാരം വഴിയായിട്ട് എല്ലാ ലോക രാജ്യങ്ങളും ഒരുപോലെ വികസിച്ചു വരണമെന്നാണ്. അതിന് വിപരീതമായിട്ട് ഇപ്പൊ ട്രംപ് കൊണ്ടുവന്നിരിക്കുന്ന ഈ ചുങ്ക വർദ്ധിപ്പിക്കല് എന്ത് സംഭവിക്കും? വ്യാപാര രംഗത്ത് മാത്രമല്ല ഉൽപാദന രംഗത്തും തിരിച്ചടികൾ ഉണ്ടാക്കും ഓരോ രാജ്യത്തും. ആ തിരിച്ചടികളുടെ ഫലമായിട്ട് ഓരോ രാജ്യത്തും ഒരു ആഗോള മാന്ദ്യത്തിലേക്ക് ലോകത്തെ മുഴുവനും കൊണ്ടുപോകാൻ ഈ പറയപ്പെട്ട
ട്രംപിന്റെ ഹുങ്കിന് കഴിയുമെന്ന് വേണം നാം പ്രതീക്ഷിക്കാൻ. അമേരിക്കയും അതിൽ നിന്ന് വ്യത്യസ്തമല്ല. ഇപ്പൊ നേരത്തെ നമ്മൾ മോട്ടോർ വാഹനങ്ങളുടെ വലിയ മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് അമേരിക്ക മാറണമെന്നുണ്ടെങ്കിൽ അതിന്റെ പാർട്സ് അങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യണം. ടെക്നോളജി പിന്നെ മറ്റ് ഇലക്ട്രിക് കാറുകളും ഒക്കെയാണ്. അപ്പൊ ടെക്നോളജി അവർ വളരെ വികസിപ്പിച്ചെടുക്കും. പക്ഷെ എന്നാലും പാർട്സും അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അതിന്റെ റോ മെറ്റീരിയൽസ് അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പം ആ തരത്തിൽ വരുമ്പോഴേക്കും ഈ ആ ഒറ്റ മേഖല മാത്രമല്ലല്ലോ ട്രംപ് ഉദ്ദേശിക്കുന്നത്. മിനറൽസിന്റെ കാര്യമുണ്ട്, ഗോൾഡ്, ഓർണമെന്റ്സ്. ഇപ്പൊ ഇന്ത്യയിൽ നിന്നൊക്കെ ഏറ്റവും കൂടുതൽ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഓർണമെന്റ്സ് ആണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യം ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണ് ഇമ്പോർട്ടും എക്സ്പോർട്ടും നടന്നുകൊണ്ടിരിക്കുന്നത്, ആ രാജ്യങ്ങളിലൊക്കെ ട്രംപ് ഈ ചുങ്കത്തിലെ വ്യത്യസ്തമായ റേറ്റുകൾ എന്ത് മാറ്റം വരുത്തുക, അതിന്റെ അലയൊലികളോ ഒക്കെ തന്നെ അമേരിക്കയിലും ഉണ്ടാകും. അമേരിക്കയും ഒരു റിസഷനിലേക്ക് പോയി കൂടുന്നില്ല. അപ്പം ആഗോളതലത്തിൽ തന്നെ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കാൻ പോന്നതാണ് ട്രംപിന്റെ ഈ തീരുമാനം. ഇനി ആ പ്രതിസന്ധികളുടെ ഫലമായിട്ട് ഓരോരുത്തരും റിട്ടാലിയേറ്റ് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ ഒരു പക്ഷേ അത് തന്നെ ഇനിയും വലിയ യുദ്ധങ്ങളിലേക്ക് രാഷ്ട്രങ്ങളെ കൊണ്ടുവന്നാക്കിയേക്കാം. ഉദാഹരണം ചൈനയും റഷ്യയും കൈകോർത്താൽ ഒരു പക്ഷെ ഒരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് തന്നെ അത് വഴിവെച്ചു എന്നിരിക്കാം. അപ്പം അങ്ങനെ ആഗോളതലത്തിൽ സംഘർഷഭരിതമാക്കി തീർക്കുന്ന വ്യാപാര വ്യവസായ രീതികളിലേക്ക് ലോകത്തെ കൊണ്ടെത്തിക്കുകയാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ ഈ താരിഫ് നയം തീർത്തും തെറ്റാണ്. WTO എന്തിന് നിലവിൽ വന്നു, എന്തിന് താരിഫ് നയം കൊണ്ടുവന്നു, അതിനെയൊക്കെ തകിടം മറിക്കുന്നതാണ് ഇപ്പോൾ ട്രംപ് സ്വീകരിക്കുന്ന ഈ താരിഫ് നയം. ആ ട്രംപ് എന്ന പൂച്ചയ്ക്ക് ആരെങ്കിലും മണി കിട്ടിയാൽ മാത്രമേ ഇതിൽ നിന്ന് ആഗോളതലത്തിൽ എല്ലാ രാജ്യങ്ങളെയും രക്ഷപ്പെടുത്തി നമ്മുടെ വ്യാപാര വ്യവസായ മേഖലകളെ സ്ഥിരതയോടുകൂടി കാത്തുരക്ഷിക്കാൻ, അതായത് ലോക വ്യാപാര വ്യവസ്ഥിതിയെ സ്ഥിരതയോടുകൂടി സംരക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ, അതായത് WTO ആഗോളതലത്തിൽ വ്യാപാര വ്യവസായ വളർച്ച കൈവരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഉടമ്പടിയാണ്. ആ ഉടമ്പടിക്ക് പാരവെച്ചുകൊണ്ട് അതിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറുകയും ഏകപക്ഷീയമായി ചുങ്കം കൂട്ടുക, കുറയ്ക്കുക, ഈ തരത്തിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ശത്രുത വർദ്ധിപ്പിക്കുക ഒക്കെ ചെയ്യുന്ന തരത്തിൽ ഉള്ള ചുവടുവയ്പ്പുകളുമായിട്ട് മുന്നോട്ട് പോകുന്ന ട്രംപ് എന്ന പൂച്ചയ്ക്ക് മണി കെട്ടാൻ ഏതെങ്കിലും എലി തയ്യാറായേ പറ്റൂ.